കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്ന ഒരു വലിയ വൃത്തികേടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എത്ര പേര് യോജിക്കുന്നു എന്നൊന്നും നമുക്കറിയത്തില്ല, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. ദിവ്യ ഉണ്ണി ഉൾപ്പെടുന്ന 12,000 പേര് ഗിന്നസ് റെക്കോർഡ് നേടിയ പരിപാടി, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് കുറച്ചു പേരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയും കുറച്ചു പേരുടെ മേന്മ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നതിനും വേണ്ടി നടത്തിയൊരു പരിപാടിയാണ് ഇത്. അല്ലാതെ ഈ 12,000 പേർക്ക് ഇതിൻ്റെ അകത്ത് എന്ത് നേട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് പേർക്കൊഴിച്ച് ബാക്കി വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകൾക്കൊഴിച്ച് ബാക്കി ആർക്കും പ്രത്യേകിച്ച് ഒരു നേട്ടവുമില്ല. ഒരു ഗിന്നസ് റെക്കോർഡ് കൊണ്ടുവന്ന് വീട്ടിൽ അതിൻ്റെ എല്ലാ ആളുകൾക്കും, പങ്കെടുത്ത എല്ലാവർക്കും അതിൻ്റെ ഒരു കോപ്പി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പങ്കെടുത്തതിൻ്റെ ആ ഒരു കോപ്പി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവെക്കാവുന്നല്ലാതെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അതുകൊണ്ട് എന്ത് പ്രത്യേകത അല്ലെങ്കിൽ എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? എന്നാൽ ഈ പരിപാടിയോടനുബന്ധിച്ച് വളരെയേറെ ദോഷങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് 390 രൂപ വീതം കൊടുത്ത സാരി, കല്യാൺ ജുവലേഴ്സ് കൊടുത്ത സാരി 1,600 രൂപ വെച്ച് വിറ്റു. അപ്പോൾ കല്യാൺ സിൽക്സുകാർ പറയുന്നത് 390 രൂപ വിലയുള്ള സാരിയാണ് കൊടുത്തത്, 12,000 പേർക്ക് 390 രൂപയുടെ സാരി വീതം കൊടുത്തു. അപ്പോൾ അതിൻ്റെ അകത്ത് അവർക്ക് ലാഭമില്ലാതെ കൊടുക്കുമോ? ഇല്ല. അപ്പോൾ അവരും ഇതിൻ്റെ അകത്ത് ഈ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ്, അല്ലെങ്കിൽ സംഘാടകരുടെ കൂടെ ഉള്ളവരാണ്. അവരെല്ലാം കൂടെ യോജിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ 390 രൂപയ്ക്ക് സാരി കൊടുക്കുമ്പോൾ അത് എത്ര രൂപ അവർക്ക് ലാഭം ഇല്ലാതെ അവരൊരിക്കലും കൊടുക്കത്തില്ല. അതല്ലെങ്കിൽ അവരുടെ പരസ്യമെങ്കിലും അവിടെ അതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയും അവർക്ക് ഈ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നടന്നതെന്ന് പറഞ്ഞാൽ, ഈ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ 12,000-ഓളം ആൾക്കാരെ പങ്കെടുപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരള സമൂഹത്തിൽ ഇപ്പോൾ വളർന്നു വന്നിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കുട്ടി, കൊച്ചു കുഞ്ഞുങ്ങൾ ആരാണ് ഒരു പാട്ട് കേട്ടാൽ സമൂഹ മാധ്യമങ്ങളും ടെലിവിഷനും ഒക്കെ വന്ന ശേഷം നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ, ഇത് ചെറുപ്പത്തിലെ കാണുമ്പോൾ ഇതെല്ലാം എല്ലാവരും ചുവട് വയ്ക്കും. പണ്ട് നമ്മുടെയൊക്കെ തലമുറയുടെ കാലത്ത് അങ്ങനെ ഉള്ള സംവിധാനങ്ങൾ ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ വല്ലപ്പോഴും കാണുന്ന പാട്ടുകളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾക്കിത് ചെയ്യാനോ ചുവട് വെക്കാനോ ഒന്നും സമയമോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാനോ ആരും ഉണ്ടായിട്ടില്ല. ഇന്ന് ഏതൊരു കുഞ്ഞുങ്ങളും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചുവട് വെക്കുകയും പാട്ട് പാടുമ്പോൾ അതോടൊപ്പം കേട്ട് പാടുകയൊക്കെ ചെയ്യും. അപ്പോൾ പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാം ഇന്ന് ഡാൻസുകാരോ പാട്ടുകാരോ ആയേനെ. ആ ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിൽ കേരളത്തിലുള്ളത്. കാണുന്ന കുട്ടികളെ എല്ലാം തന്നെ ഒന്ന് ചുവട് വയ്ക്കുന്ന കുട്ടികളെ മുഴുവൻ കൊണ്ടുവന്ന് ഡാൻസ് പഠിപ്പിക്കുക, അതിനായിട്ട് ആയിരക്കണക്കിന് രൂപ മിക്ക രക്ഷകർത്താക്കൾ, കൂലിപ്പണിക്കാരുൾപ്പെടെയുള്ളവർ കടം വാങ്ങിച്ച് പലിശയ്ക്കും എടുത്ത് ഇത് പഠിപ്പിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് എന്ത് നേട്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു കല പഠിച്ചിരിക്കാം എന്നതിൽ കവിഞ്ഞ് ഇതൊരു വരുമാന മാർഗമാക്കുന്നവരോ ഇതൊരു മറ്റു രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നവരോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് പിന്നീട് ഗുണപ്പെടുത്തുന്നതൊക്കെ തന്നെ ഇതിലെ തുച്ഛമായ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി ഭൂരിപക്ഷവും ഇതൊരു സമയം കഴിയുമ്പം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം രക്ഷകർത്താക്കളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരു സമയം വരെ ഇതൊക്കെ മുന്നോട്ട് പോകും. അതിനുശേഷം ഇതിൻ്റെ പിന്നിൽ പോകാൻ ആരും ഇല്ലാതെ വരുമ്പോൾ വിവാഹശേഷമൊക്കെ തന്നെ അവർ അല്ലെങ്കിൽ ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ ആൾക്കാരെ കടം വാങ്ങിച്ച് കുറേ കടത്തിലാക്കാമെന്നല്ലാതെ ഇങ്ങനെയുള്ള പരിപാടികൾ കൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും എല്ലാവരുടെയും ഒന്നും ജീവിതത്തിൽ ഇല്ല. കല നമുക്ക് എന്തായാലും പരിപോഷിപ്പിക്കണം, സത്യമാണ്. ഏതൊരു കലയായാലും കലാകാരന്മാരും ഒക്കെ തന്നെ നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അങ്ങ് കലാകാരന്മാരായിക്കൊണ്ട് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് വേറൊന്നുമല്ല, ഇത് കുറേ ആൾക്കാർക്ക് ഒരു തട്ടിപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ്. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട നേട്ടം ഉണ്ടാക്കിയത് ദിവ്യ ഉണ്ണിയാണ്. എന്തുകൊണ്ടാണ് ദിവ്യ ഉണ്ണിയെ ഈ കേസിൽ കക്ഷിയാക്കാത്തതെന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം നമുക്ക് അല്ലു അർജുൻ്റെ സിനിമയായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്കറിയാം, അല്ലു അർജുനെയൊക്കെ അറസ്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ട് ദിവ്യ ഉണ്ണിയെ ഇതിൻ്റെ അകത്ത് പ്രതി ചേർക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊരു കക്ഷിയാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്തിടയിൽ ശ്രീചിത്രൻ എന്ന് പറഞ്ഞ ആളുടെ പോസ്റ്റ് ഒന്ന് തന്നെ നമുക്ക് കേട്ടു നോക്കാം. ഉമാ തോമസിന് നേരിട്ട അപകടത്തിൽ നിന്ന് അവർ എത്രയും പെട്ടെന്ന് മുക്തിയാവട്ടെ.
എന്നാൽ അതോടൊപ്പം ഞാൻ ശ്രദ്ധിക്കുന്നത് ആ വേദി എന്തായിരുന്നു എന്നതാണ്. 12,000 ഭരതനാട്യം നർത്തകികളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു മഹാസംഘനൃത്തം നടത്തുകയായിരുന്നു അവിടെ നടന്നത്. ഉദ്ദേശം ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കുക എന്നുള്ളതാണ്. ലീഡ് ചെയ്യുന്നത് ദിവ്യ ഉണ്ണി എന്ന നർത്തകിയും പഴയ ചലച്ചിത്ര നടിയും കൂടെ. ഉദ്ദേശം നടന്നു, ഗിന്നസ് ബുക്ക് പ്രസാദിച്ചു. പരിപാടിയിൽ 12,000 നർത്തകികൾ എന്ന് വെച്ചാൽ സ്വാഭാവികമായും ഭൂരിപക്ഷവും നൃത്തം പഠിക്കുന്ന കുട്ടികളാണ്. അവരെ എങ്ങനെ സംഘടിപ്പിച്ചു? വിവിധ ഡാൻസ് സ്കൂളുകളിൽ നിന്നാണ് കൊണ്ടുവന്നത്. അവരിൽ ഒരാളുടെ രക്ഷിതാവ് മാധ്യമങ്ങളിൽ സംസാരിക്കുന്നത് കേട്ടത് പ്രകാരം തമിഴ്നാടിനെ കേരളം തോൽപ്പിക്കാനായി നടത്തുന്ന പരിപാടി എന്നാണ് അറിയിച്ചത്. അത്യാവശ്യമുള്ള കാര്യമാണത്. കാരണം തമിഴ്നാടിനെ കുറെ കാലമായി ഭരതനാട്യത്തിൽ വലിയ അഹങ്കാരമുണ്ട്. നമുക്ക് തോൽപ്പിക്കണം. കേരളം എന്ന് കേട്ടാലോ തുടിക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നാണല്ലോ. അങ്ങനെ സംസ്ഥാന ദേശീയതയാൽ ത്രസിക്കപ്പെട്ട കൗമാരങ്ങൾ കേരളത്തിൽ അഭിമാനം കാത്തു. പക്ഷെ പരിപാടി ഉമാ തോമസിന്റെ അപകടത്തോടെ വേറെ വഴിക്ക് വാർത്തയായപ്പോൾ മറ്റു പലതും രക്ഷിതാവ് പറയുന്നുണ്ട്. കുട്ടികളെ കൊണ്ടുവന്നത് സാമ്പത്തികം അതൊക്കെ ഇരിക്കട്ടെ, തമിഴ്നാട് തോറ്റല്ലോ, അത് മതി, നമുക്ക് സന്തോഷിക്കാൻ അത് മതി. എന്ത് ഭ്രാന്താണിതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്തരത്തിലുള്ള മൈതാന പ്രകടനം കൊണ്ട് ഭരതനാട്യത്തിനോ കേരളത്തിനോ യാതൊരു പ്രയോജനവുമില്ല. ആകെ പ്രയോജനമുള്ളത് ഈ പരിപാടി നടത്തുന്ന കമ്പനിക്കും മുന്നിൽ നിന്ന് നൃത്തം ചെയ്ത ദിവ്യ ഉണ്ണി എന്ന സിനിമാ നടിക്കും മാത്രമാണ്. ഭരതനാട്യം എന്ന കലയുമായി ഇത്തരം ഉച്ചക്കിറുക്കിന് യാതൊരു ബന്ധവുമില്ല. ഇനി ഭരതനാട്യത്തിൻ്റെ പേര് ഗിന്നസ് ബുക്കിൽ വരുന്ന വഴി കിട്ടുന്ന പ്രശസ്തി എന്താണെങ്കിലും അത് അസംബന്ധമാണ്. ഭരതനാട്യം അത്ര അപ്രസിദ്ധ കലാരൂപമേ അല്ല. ആ കലാരൂപത്തിന് ലഭിക്കാവുന്ന പരമാവധി ലോകപ്രശസ്തി അതിന് നേടാനായിട്ടുണ്ട്. അത് രുക്മിണി ദേവിയും ബാലസരസ്വതിയും മുതൽ അനേകം ഉഗ്രപ്രതാപികളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. അവരാരും മൈതാന സംഘനൃത്തം നടത്തി നിർമ്മിച്ചതല്ല ആ പെരുമ. ചുരുക്കത്തിൽ ഇത്തരം അശ്ലീലങ്ങൾ ഒന്നാന്തരം മാഫിയാണ്. പാവപ്പെട്ട കുട്ടികളെയും രക്ഷിതാക്കളെയും പറഞ്ഞു പറ്റിച്ചും അവരുടെ ആഗ്രഹങ്ങളെ മുതലെടുത്തും സ്വകാര്യ വ്യക്തികൾക്കും തട്ടിക്കൂട്ട് കമ്പനികൾക്കും പണമുണ്ടാക്കണം. അതിൻ്റെ മുമ്പിൽ നിൽക്കാൻ സെലിബ്രിറ്റിയായ ഒരു നടി നർത്തകി വേണം. അവർക്ക് അതുവഴി ഒരു പേര് കിട്ടണം. ഇതിനൊക്കെ ഒപ്പം നിൽക്കാൻ ഇവിടെ ജനപ്രതിനിധികളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെയാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കല എന്ന് പറയുന്നത്. ഇതിന് മറുവശത്ത് കേരളത്തിൻ്റെ യഥാർത്ഥ കലാകാരന്മാർ നിലവിൽ അനുഭവിക്കുന്ന പലതരം പ്രശ്നങ്ങളുണ്ട്. ജോലി, സ്ഥാപനങ്ങളിൽ, പഠനത്തിൽ സർവത്ര പ്രശ്നങ്ങളുണ്ട്. അവയൊക്കെ പരിഹാരമില്ലാതെ നിൽക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരം ചൂഷണം നടക്കുന്നത്. കലയെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരും കണ്ടാൽ അശ്ലീലം എന്ന് മാത്രം പറയാൻ പറ്റുന്ന ഒരു പ്രകടനമായിരുന്നു ഇത്. ഇനിയും പറയുന്നത് എല്ലാവർക്കും രസിക്കണമെന്നില്ല, എങ്കിലും ഇതുകൂടി പറഞ്ഞു നിർത്താം. പാർട്ടി സമ്മേളനങ്ങൾക്ക് വരെ കാണുന്ന ഈ മെഗാ തിരുവാതിര എന്ന ഇടപാടുണ്ടല്ലോ, ഈ ചൂഷണവും സ്വകാര്യ കമ്പനിയുടെ ലാഭമുണ്ടാക്കലും ഇല്ല എന്നതൊഴിച്ചാൽ കലാപരമായ ദൃഷ്ടിയിൽ ശുദ്ധ അശ്ലീലം തന്നെയാണ് അതും. കലയെ കെട്ടുകാഴ്ചയാക്കി മാറ്റുന്ന ഇത്തരം പരിപാടികളിൽ നിന്ന് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് ഇന്നും മോചനമില്ലെങ്കിൽ അതിനപ്പുറത്ത് സ്വകാര്യ കമ്പനികൾ ഇതിലും വലിയ ചൂഷണം നടത്തുക സ്വാഭാവികമാണ്. തോന്നും പോലെ എടുത്ത് പെരുമാറാനുള്ള ഒരു ഉപകരണ സാമഗ്രിയല്ല കല. കലയുടെ ജനകീയവൽക്കരണം ഇത്തരം പൊള്ളയായ കെട്ടുകാഴ്ചകളല്ല. ഒരേ സമയം അത് കലയുടെ മണ്ഡലത്തെയും സാമൂഹ്യ മണ്ഡലത്തെയും മലീമസമാക്കും. ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ സ്വയം കണ്ണാടി നോക്കുമ്പോൾ പുച്ഛം തോന്നുന്ന ഒരാൾ എന്ന് പറയുന്നു വെച്ചാൽ മതി. ഇത്രയും എഴുതിയാണ് ശ്രീചിത്രൻ നിർത്തുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സെക്യൂരിറ്റി. ഒരു MLA യോ MP യോ മന്ത്രിയോ ഒരു സാധാരണക്കാരനോ ആരുമായിക്കോട്ടെ, ഇത്രയും വലിയ സുരക്ഷാ വീഴ്ച ഇവിടെ സംഭവിച്ചിട്ട് ഏത് സംവിധാനമാണ് ഇതിനൊക്കെ അനുമതി കൊടുത്തതെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. കാരണം ഇവിടെ MLA കൈയൊഴിയുന്നു, MP കൈയൊഴിയുന്നു, സ്റ്റേഡിയവുമായിട്ട് ബന്ധപ്പെട്ടവർ കൈയൊഴിയുന്നു, സംഘാടകർ കൈയൊഴിയുന്നു, ഇത് ഏറ്റെടുത്ത പരിപാടി നടത്താൻ ഏറ്റെടുത്തവർ ഇത് കൈയൊഴിയുന്നു, നർത്തകി കൈയൊഴിയുന്നു. പിന്നെ ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ? ഇങ്ങനെയുള്ളൊരു സംഭവത്തിൽ 12,000 നർത്തകികളോടൊപ്പം തന്നെ അവരുടെ രക്ഷകർത്താക്കൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട ഗുരുക്കന്മാർ, ഇവരെല്ലാം വന്ന ഒരു പരിപാടിയാണ്. ഇതിൻ്റെ 12,000 എന്ന് പറയുമ്പോൾ 20,000-ഓളം ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടി, പിന്നെ കാഴ്ചക്കാർ, ഇവരെല്ലാം കൂടെ ചേരുമ്പോൾ ഇത്രയും വലിയൊരു പരിപാടിയിൽ ഒരു സെക്യൂരിറ്റിയും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇവിടെ ഒരു അഗ്നിബാധയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടായി പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കണം. നമുക്കറിയാം, ഇവിടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ മരണത്തോടനുബന്ധിച്ച് സർക്കാരിൻ്റെ പല പരിപാടികളും ഒഴിവാക്കിയ സമയത്തു കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി അവിടെ നടപ്പിലാക്കിയത്.
അത് രക്ഷകർത്താക്കളുടെയൊക്കെ അവരുടെ അസൗകര്യം കൂടെ പ്രമാണിച്ചാണ് അത് പിന്നെ ലാസ്റ്റ് നടത്താൻ തീരുമാനിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇനിയുള്ള കാലത്തെങ്കിലും ഇങ്ങനെയുള്ള വൃത്തികേടുകൾക്കും അശ്ലീലങ്ങൾക്കും കൂട്ടു നിൽക്കാൻ ആരും തുനിയരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.